കുന്നിച്ചോ മിനാസ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ടോക്കിയോ റിവെഞ്ചേഴ്സിന്റെ 3 കിലൻ ചാപ്റ്റേഴ്സ് ആണ്. അതായത് 214 മുതൽ 216 വരെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ടോക്കിയോ റിവെഞ്ചേഴ്സ് ഒക്കെ ഞാൻ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ലേ, പിന്നെ എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ സപ്പോർട്ട് തരാത്തതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഞാൻ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വളരെ കുറവാണ്. ഗൈസ്, ഈ വീഡിയോ എന്നല്ല മറ്റേതൊരു വീഡിയോ ആണെങ്കിലും സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഒന്നും തന്നെ മുന്നോട്ട് പോകത്തില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ വേണ്ട ഈ ഒരു പാർട്ടിക്കുലർ പ്ലേലിസ്റ്റ് നിങ്ങളുടെ ടോക്കിയോ റിവെഞ്ചേഴ്സ് കാണുന്ന കൂട്ടുകാർക്ക് എത്തിച്ചു കൊടുത്താലേ അവരിത് കാണത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുറക്കാൻ നേരത്ത് ഒരു വലിയ ട്രാഫിക് ബ്ലോക്ക് ആണ് കാണിക്കുന്നത്. കാര്യം അവരെല്ലാവരും കൂടെ അവിടെ കൂടി നിൽക്കുന്നതുകൊണ്ട് വഴിയൊക്കെ തടസ്സപ്പെട്ടിരിക്കുവാണ്. അതെന്തായാലും നന്നായി. ഞാൻ ഡ്രാഗനെ എൻ്റെ കൂടെ ചേർത്തിട്ട് നിന്നെയൊക്കെ വന്ന് അങ്ങോട്ടൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ തന്നെ എന്നെ തേടി ഇങ്ങോട്ട് വന്നു. എന്റെ സമയം നിങ്ങൾ തന്നെ ലാഭിച്ചു. സൗത്ത്, നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഹനേഗാക്കി താക്കിമിച്ചി അവൻ ഞങ്ങൾക്കുള്ളതാണ്. അതുകൊള്ള നീയൊക്കെ എന്താ തോന്നിയ ദിവസമാണ് കാണിക്കുന്നത്. ഞങ്ങളെ രണ്ടുപേരോട് ചോദിക്കുന്ന പോലും ഇല്ല. എന്നിട്ട് നീയൊക്കെ ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ പോകുകയാണെന്നാ താക്കിമിച്ചി പറഞ്ഞു കൊടുക്കുക. ബ്രഹ്മ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ ഇവിടേക്ക് വന്നത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അത് ഒരാൾ തോപ്പിക്കാനാണ്. കനോട്ടോ മാഞ്ചിയുടെ ലീഡറായിട്ടുള്ള മാഞ്ചി റൊസാനോനെ. ഇത് കേൾക്കാൻ നേരത്ത് എല്ലാവരും ഞെട്ടിപ്പോകുന്നുണ്ട്. കാര്യം ഈ മൈക്ക് എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട ഒരാളെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ഇത് കേൾക്കാൻ നേരത്ത് സൗത്തിന് നന്നായിട്ട് തന്നെ ദേഷ്യം വരും. സൗത്ത് നേരെ നമ്മുടെ താക്കിമിച്ചിയുടെ ഫ്രണ്ടിൽ വന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ പോലെ എടുത്ത് ഞങ്ങളെ പറ്റി എന്തുവാണ് വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങൾ 3 ടൈറ്റൻസിന്റെ പവർ നിനക്കറിയാം. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് ഡ്രാക്കൻ വന്നിട്ട് നമ്മുടെ സൗത്തിനായിട്ട് ഒരു കീട്ടിലും പഞ്ചു കൊടുക്കുന്നുണ്ട്. സൗത്ത് എയറിലേക്ക് തെറിച്ചു പോകുന്നുണ്ട്. അത്രയും പവറിലാണ് ഡ്രാക്കൻ അവിടെ ഒരു ഇടി കൊടുത്തത്. ഡ്രാക്കന്റെ ആ വൈബ് തന്നെ മാറിയിട്ടുണ്ട്. പുള്ളിക്കാരി കടന്ന് കാറായിട്ട് പറയുന്നുണ്ട്, സൗത്ത് നമുക്ക് എന്തായാലും റൗണ്ട് 2 തന്നെ തുടങ്ങാം. പക്ഷെ പെട്ടെന്നായിരുന്നു അവിടെ പോലീസിന്റെ സൗണ്ട് കേൾക്കുന്നത്. ഇത് കേൾക്കാൻ നമ്മുടെ സൗത്തും അവിടുന്ന് പിന്മാറുവാണ്. ഡ്രാക്കൻ, നമുക്ക് എന്തായാലും ഇനി അടുത്ത വട്ടം കാണാം. പക്ഷെ ഡ്രാക്കൻ പറയുന്നുണ്ട്, സൗത്ത് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒരിക്കലും നിങ്ങളുടെ കൂടെ ചേരത്തില്ല. ഡ്രാക്കന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്ത് താക്കിമിച്ചിക്ക് നല്ല ആശ്വാസവും. പെട്ടെന്ന് അവിടേക്ക് നമ്മുടെ ആകാശ് ഒന്ന് ഡ്രാക്കനോട് എന്തോടൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ആകാശ് സെഞ്ചു എന്നിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ സെഞ്ചു താക്കിമിച്ചിട്ട് ഒന്ന് നോട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ താക്കിമിച്ചിനും ഡ്രാക്കനും കൂടെ ആ വണ്ടിയെ തന്നെ തിരിച്ചു പോകുന്നതാണ്. ആ വഴിക്ക് നമ്മുടെ ഡ്രാക്കൻ കുറെ അധികം കാര്യങ്ങൾ താക്കിമിച്ചിട്ട് പറയുന്നുണ്ട്. താക്കിമിച്ചി, നീ എന്നോട് ക്ഷമിക്കേ. സത്യം പറഞ്ഞാൽ ഈ ഒരു കാര്യം എനിക്ക് നിന്നോട് മുമ്പേ തന്നെ പറയണമായിരുന്നു. ഞാനിപ്പോ കറന്റ് ബ്രഹ്മാനിലെ ഒരു മെമ്പറാണ്. താക്കിമിച്ചി കറന്റ് നമ്മുടെ ഡ്രാക്കന്റെ ആ വർക്ക്ഷോപ്പിലാണ് ഇരിക്കുന്നത്. അവിടെ നമ്മുടെ ഇനൂപ്പി ഉണ്ടായിരുന്നു. ഇനൂപ്പി വന്ന് അവന് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് സംസാരിക്കുവാണ്. എന്നാൽ താക്കിമിച്ചിയുടെ മനസ്സിലായിട്ട് ഡ്രാക്കൻ പറഞ്ഞ ആ വാക്കുകളാണ്. എന്നിട്ട് താക്കിമിച്ചി ചോദിക്കുന്നുണ്ട്, ഡ്രാക്കൻ എന്തേ? അത് കുറച്ച് ബ്രഹ്മനിലെ ആൾക്കാർ അവനെ കാണാൻ വന്നിട്ടുണ്ട്. അവർ പുറത്തുനിന്ന് പോകുന്നുണ്ട്. താക്കിമിച്ചി അപ്പം തന്നെ ചാടി എണീറ്റിട്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മുടെ ഇനോപ്പി പറയുന്നുണ്ട്, താക്കിമിച്ചി എനിക്ക് ഡ്രാക്കനെ കുറിച്ച് ഓർത്ത് നല്ല പേടിയുണ്ട്. നീ ഒന്ന് സൂക്ഷിക്കണം. ഈ ബ്രഹ്മാൻ എന്ന് പറയുന്നത് അത്ര നിസ്സാരക്കാരല്ല. ഒരു മോട്ടോർ സൈക്കിൾ ഗ്യാങ് ആണ്. അത് മാത്രമല്ലാതെ കുറെ അധികം അഡൽട്ട് ഗാങ്സ്റ്റേഴ്സും അവരുടെ കൂടെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കേട്ടെഴുതി നമ്മൾ താക്കിമിച്ചി തിരിച്ച് താഴത്തേക്ക് ഓടി വീഴണം. താഴത്തേക്ക് വരാനത്ത് കാണുന്നത് നമ്മുടെ ഡ്രാക്കൻ ആകാശിനെ പിടിച്ചിങ്ങനെ വെച്ചിട്ടിരിക്കുന്നത്. ആകാശി, നീ ഒരു കാര്യം മനസ്സിലാക്കിയോ? ഞാൻ നിന്നോട് ഒരിക്കലും പൊറുക്കത്തില്ല. താക്കിമിച്ചിനെ തൊമാലിന്റെ ബാക്കിയുള്ള മെമ്പേഴ്സിനെ ഇന്ത്യ അത്ര അങ്ങനെ വലിച്ചിടക്കിയ അത് ഞാൻ ഒരിക്കലും സഹിക്കത്തില്ല. താക്കിമിച്ചിനെ കാണാനത്ത് ഡ്രാക്കൻ ആ പിടി വിടുന്നുണ്ട്. താക്കിമിച്ചി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഡ്രാക്കൻ ഒന്നും മിണ്ടത്തില്ല. പെട്ടെന്ന് ഒരു സൗണ്ട് കേൾക്കും. ഡ്രാക്കനെ തിരിച്ച് മൈക്കിന് ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് കാന്തോ മാഞ്ചിനെ ഡിഫീറ്റും ചെയ്യണം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവ സിമിലർ ഗോൾസ് ആണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ടോക്കിയോ മാജിക്കുള്ള ഒരു അംബിഷൻ ഉണ്ടായിരുന്നു. അതെനിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. ജപ്പാനിലെ ബെസ്റ്റ് ആകണമെന്നല്ല, പകരം ഒരു ഇറ ഓഫ് ഡെലിക്വൻസ് ക്രിയേറ്റ് ചെയ്യുന്നില്ലേ, ആ ഒരു അംബിഷൻ. പക്ഷേ കാന്തോ മാഞ്ചി അങ്ങനെയല്ല. അവർ നല്ല ഡിഫറൻസ് ആണ്. അവരിപ്പോൾ ശരിക്കും ഒരു ബാഡ് ഗായ് ആയിട്ട് മാറിയിരിക്കുവാണ്. അതുകൊണ്ട് തന്നെയാണ് ബ്രഹ്മാന്റെ ഒബ്ജക്റ്റീവ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത്, അവരെ ഡിഫീറ്റ് ചെയ്യണം. ഇവിടുത്തെ 2 മേജർ ആയുള്ള ഗ്യാങ് ലീഡേഴ്സിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് നീ മാഞ്ചറോ സാനിനെ ഡിഫീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു താക്കിമിച്ചി. നിന്റെ ധൈര്യം എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുവാണ്, ബ്രഹ്മയിൽ ജോയിൻ ചെയ്യാൻ നോക്കുക. ഒരു കൈകൾ നീട്ടിയും നിന്നെ ഞങ്ങൾ സ്വീകരിക്കും. കാര്യം നിന്നെ ഞങ്ങൾക്ക് അത്രത്തോളം ആവശ്യമുണ്ട്. പെട്ടെന്ന് ട്രാക്കിനെ അവിടേക്ക് ഇറക്കി കിടന്ന് കാറുന്നുണ്ട്. അപ്പൊ സെഞ്ചും പറയുന്നുണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യാനാണോ നിന്റെ വിചാരം? താക്കിമിച്ചി അത് തടയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ബ്രഹ്മയിൽ ജോയിൻ ചെയ്യാം. ഡ്രാഗൻ ഞെട്ടി തിരിച്ചു പോകും. അപ്പൊ നമ്മുടെ ആകാശി പറയുന്നുണ്ട്, ഡ്രാഗൻ നീ ഒരു കാര്യം മനസ്സിലാക്കിയോ? നിനക്ക് മൈക്കിന് തിരിച്ചു വേണം. അവനും അത് തന്നെയാണ് വേണ്ടത്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നീ കാര്യം മനസ്സിലാക്കാൻ നോക്ക് ഡ്രാഗൻ. പെട്ടെന്ന് ഡ്രാഗൻ താക്കിമിച്ചിട്ട് തിരിച്ചിട്ട് പറയുന്നുണ്ട്, താക്കിമിച്ചി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നമ്മളിപ്പോൾ ബ്രഹ്മാനിലുള്ളത് നമുക്ക് സിമിലർ ഉള്ള ഒബ്ജക്റ്റീവ്സ് ഉള്ള കാരണമാണ്. അതുകൊണ്ട് നീ ഒരിക്കലും മറക്കില്ല ആ കാര്യം. താക്കിമിച്ചി അപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടതാണെങ്കിലും മൈക്കിനെ ആ റോങ് പാത്തിൽ നിന്ന് മര്യാദക്ക് നടത്തിച്ചിരിക്കും. നമ്മുടെ സെഞ്ചു പെട്ടെന്ന് താക്കിമിച്ചിക്ക് ഒരു അംബ്രല കൊണ്ടേ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നീയാണ് എന്റെ കൂടെ നടക്കാൻ പോകുന്നത്. താക്കിമിച്ചി ഞെട്ടിപ്പോകുകയും ചെയ്യും. നാളെ ഉച്ച കഴിയാൻ നേരത്ത് നീ നേരെ ഹറജുക്കിലേക്ക് വന്നിക്ക്, ഞാൻ അവിടെ കാണും. അപ്പൊ നമ്മുടെ ആകാശ് പറയുന്നുണ്ട്, നീ ഒന്ന് സൂക്ഷിച്ചു താക്കിമിച്ചി, സെഞ്ചുവിന് നിന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അടുത്ത ദിവസം എത്തി. താക്കിമിച്ചി ആട്ടെ ഹറജുക്കിൽ നിപ്പോണ്ട്. പെട്ടെന്നായിരുന്നു ഒരു പെൺകുച്ച് പുറകിലേക്ക് വന്നിട്ട് അവനെ വിളിക്കുന്നത്. താക്കിമിച്ചി വേഗം പോയി, നമുക്ക് കുറെ അധികം പണിയുണ്ട്, കുറെ അധികം ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് ആ പെൺകുച്ച് വിളിക്കുന്നത്. പക്ഷെ താക്കിമിച്ചിക്ക് അതാരാന്ന് മനസ്സിലായില്ല. അത് മറ്റാരും അല്ലായിരുന്നു, നമ്മുടെ ബ്രഹ്മയിലെ ലീഡറായുള്ള സെഞ്ചു ആയിരുന്നു. സെഞ്ചുവിനെ
സെഞ്ചു കാണാൻ നേരത്തെ തന്നെ അവൻ ഞെട്ടി തിരിച്ചു പോകും. നീ ഒരു പെണ്ണാണോ എന്ന് ചോദിച്ചുകൊണ്ട് അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നേരെ ഷോപ്പിംഗിലേക്ക് പോകുവാണ്. അതിന്റെ ഇടയ്ക്ക് വെച്ചാണ് താക്കേമിച്ചി ആ ഒരു കാര്യം അവളോട് ചോദിക്കുന്നത്. സെഞ്ചു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്നെ കണ്ടിട്ട് ഏകദേശം എൻ്റെ ഒരു പ്രായം പോലെയാണ് തോന്നുന്നത്. പക്ഷെ നിനക്ക് എങ്ങനെയാണ് ആകാശി സാറിനെ അറിയാവുന്നത്? കാര്യം പുള്ളിക്കാരൻ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ ബ്ലാക്ക് ഡാൻസ് ഉള്ളത്. അങ്ങനെ നോക്കിയാൽ എങ്ങനെ പോലും ഒരു മിഡ് 20s പുള്ളിക്കാരനുള്ളത്. അപ്പോഴാണ് ആ ഒരു സത്യം സെഞ്ചു പുറത്തേക്ക് പറയുന്നത്. ആകാശി എന്റെ ഓൾഡർ ബ്രദറാണ്. ബ്രദറോ? സിബ്ലിങ്സോ? അതെ, എന്റെ ചേട്ടൻ തന്നെയാണ്. എന്റെ യഥാർത്ഥ പേര് സെഞ്ചു ആകാശി എന്നാണ്. എനിക്കൊരു മറ്റൊരു ചേട്ടൻ കൂടെ ഉണ്ട്. അവന് നിനക്ക് എങ്ങനെ പോലും അറിയാൻ പറ്റും. അവന്റെ പേര് ഹരുചി എന്നാണ്. പുള്ളിക്കാരൻ ടോക്കിയോ മഞ്ചിലെ 5th ഡിവിഷൻ ഡെപ്യൂട്ടി ലീഡർ കൂടിയായിരുന്നു. ആര്? സാൻസോ? അത് തന്നെ, സാൻസോവും എന്റെ ബ്രദർ കൂടിയാണ്. അപ്പൊ താക്കേമിച്ചി ചോദിക്കുന്നുണ്ട്, അവനിപ്പോ ബ്രഹ്മാണ്ടാണ് ഉള്ളത്. അല്ലടാ, ഞാൻ ഈ ബ്രഹ്മാണ്ട ലീഡർ ആയതുകൊണ്ട് തന്നെ അവൻ ആ കാര്യം ഒട്ടും തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് അവനിപ്പോ കാൻഡോ മാജിക് ഗാങ്ങിലാണുള്ളത്. പെട്ടെന്ന് അവൻ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പോഴാണ് താക്കേമിച്ചി ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് ഫ്യൂച്ചറിൽ അവന്റെ തലയിൽ കൊണ്ട് ഗണ്ണ് വെച്ചത് സാൻസോ ആണ്. അവരുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് താക്കേമിച്ചിയുടെ മനസ്സിൽ മുഴുവൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഡോട്ടായിട്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുവാണ്. ചിലപ്പോൾ സാൻസു ആയിരിക്കും ഇതിന്റെ അകത്ത് കീ പ്ലെയർ. പെട്ടെന്ന് സെഞ്ചു കിടന്ന് കാണുന്നുണ്ട്. കാര്യം അവൾ ഒരു ഐസ്ക്രീം വെൻഡിങ് മെഷീൻ കണ്ടു. അങ്ങനെ അവരൊരു ഐസ്ക്രീം മേടിക്കുവാണ്. അതും കഴിച്ചുകൊണ്ട് അവർ നേരെ നടന്ന സ്റ്റേഷനിലെത്തി. അങ്ങനെ സെഞ്ചു പോകുന്നതിന് മുമ്പ് തന്നെ താക്കേമിച്ചി ചോദിക്കുന്നുണ്ട്, നീ എത്ര നേരം എന്നും പറഞ്ഞ ആ സ്റ്റിക്കും പിടിച്ചോണ്ടിരിക്കുന്നത്? കാര്യം നേരത്തെ കഴിച്ച ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് അവളുടെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. എന്തായാലും താക്കേമിച്ചി നമുക്കിനി പിന്നെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ആ സ്റ്റിക്ക് നമ്മുടെ താക്കേമിച്ചിയുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സ്റ്റിക്ക് നേരെ വന്നവന്റെ കയ്യിലിരുന്നതും പെട്ടെന്ന് ഒരു വിഷൻ താക്കേമിച്ചിയുടെ കണ്ണിലേക്ക് വരും. അതാകട്ടെ സെഞ്ചു എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ താക്കേമിച്ചി കിടന്ന് കരയുന്നതാണ്. ചോരയിൽ കുളിച്ച് സെഞ്ചു താക്കേമിച്ചിയുടെ മടിയിൽ കിടപ്പുണ്ട്. പേടിച്ച് വിറച്ചു പോകുന്ന നമ്മുടെ താക്കേമിച്ചി പുള്ളിക്കാരനെ ഒന്നും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതൊരു വിഷനല്ലേ സംഭവിച്ചത്? ആ വിഷൻ എന്തുവാണ്? അങ്ങനെ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു കിട്ടിലെ വിഷനാണ് താക്കേമിച്ചിയുടെ കണ്ണിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി എന്ത് സംഭവിക്കും? അതറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോ കണ്ടിരിക്കണം. അതുകൊണ്ട് പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട.